ടോക്കിയോ എന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിന്റെ സീസൺ 2-ലെ 8th എപ്പിസോഡിലാണ്. ഇതുവരെയുള്ള എപ്പിസോഡുകൾ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ബാക്കിയാണ്. നമ്മൾ റോഡ് ടു 15K ആണെന്ന്, പെട്ടെന്ന് 15K അടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ മോട്ടിവേഷൻ. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴെ കിടപ്പുണ്ട്. ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്യുക. അതിനകത്ത് ഞാൻ കുറച്ച് കണ്ടന്റ്സ് ഒക്കെ ഇടാൻ വിചാരിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ടെലഗ്രാം യൂസ് ചെയ്തിട്ട് ആനിമീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ താഴത്തെ ഒരു ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവർ കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ ടെലഗ്രാം ചാനൽ എന്റെ അല്ല കേട്ടോ. സോ ഇനി ഒട്ടും ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കാനഗിനാണ് കാണിക്കുന്നത്. പുള്ളി നമ്മുടെ അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് ആന്റേക്യൂലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ കാനഗിക്ക് ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ, എനിക്ക് വൺ ഐഡ് ഓളിനെ കുറിച്ച് അറിയണം. അപ്പൊ നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ അവനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂസൻ എന്ന പേരിൽ ഒരു ഗോള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നമ്മുടെ അപ്പൂപ്പന്റെ പെർസ്പെക്റ്റീവില് ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ കുറച്ച് ഗോൾസിനെ കുറച്ച് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇട്ട് ഓടിക്കുന്ന രീതിക്ക് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ എല്ലാം പുറകെ നേരം അറ്റാക്ക് ചെയ്യാണ്. ആ അറ്റാക്ക് ചെയ്യുന്ന പുള്ളിയാണ് കൂസൻ. ഇവനാ ഉണ്ടായിരുന്ന ആ 2 ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെയും കൊല്ലുന്നുണ്ട്. അതിനുശേഷം അവിടെ നിൽക്കുന്ന ഗോൾസ് ആണെങ്കിൽ അവരുടെ ഒരു ആലൈനെ പോലെ ഇവനെ കണ്ടിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവൻ പെട്ടെന്ന് ഇവന്റെ മൈൻഡ് മാറിയിട്ട് അവരെയും വെട്ടിക്കൊല്ലുന്നുണ്ട്. അവനും എല്ലാ ഗോൾസിനെയും പോലെ തന്നെ മനുഷ്യരെ കഴിച്ചിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവന്റെ ആ ഒരു സ്ഥിതിനെ അവൻ ഒരുപാട് കേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ കൂസന്റെ ഈ കാര്യങ്ങളൊക്കെ ഒരു കാട്ടുതീ പോലെ അവിടെ എല്ലാം പടർന്നു. അവന്റെ ഈ കഴിവുകൾ കാരണം ഒരുപാട് ഓർഗനൈസേഷൻസ് അവന് വേണ്ടി വലപിരിച്ചു. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവനെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവരുടെ എല്ലാം ഓർഡേഴ്സ് അനുസരിച്ച് ഹ്യൂമൻസിനെയും ഗോൾസിനെയും ഇവൻ കൊന്നൊടുക്കാൻ തുടങ്ങി. അവന്റെ ജോലി എന്നത് കൊല്ലുന്നതായി മാറി. പക്ഷെ എപ്പോഴത്തെയും പോലെ തന്നെ അവൻ ഒറ്റയ്ക്കായിരുന്നു. ആ ഓർഗനൈസേഷൻ അവന് പറ്റിയ സ്ഥലമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അത് ഉപേക്ഷിച്ചു. എന്നാലും അവന്റെ ഒറ്റപ്പെടൽ അവനെ ഒരുപാട് അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഹ്യൂമൻ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ മാത്രമായിരുന്നു. അങ്ങനെ ആ കൂസാൻ എന്ന വ്യക്തി ഒരു ഹ്യൂമനെ ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ട് പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ കൂസാൻ എന്ന വ്യക്തിനെ അവൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ കൂസാന് ആദ്യമായിട്ട് സ്നേഹം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി തുടങ്ങി. ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ഹി ഫെൽ ഇൻ ലവ്. എന്ത് മനോഹരമാണല്ലേ പ്രണയം. അങ്ങനെ പോകുമ്പോ ഒരു ദിവസം ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇവന് പിന്നെയും കുറച്ച് ആൾക്കാരെ കൊല്ലേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു ഗോളിന്റെ രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് അവൾ ഇവനെ കാണുന്നുണ്ട്. അവള് കണ്ടുപോയല്ലോ, ഇനി എന്ത് ചെയ്യും, അവളെയും കൊല്ലേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ടെൻഷനിലും പേടിയിലും തന്നെ അവൾക്ക് നേരെ തിരിയാൻ വേണ്ടി ഇവൻ തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ ആലോചിച്ചതിനെല്ലാം വിപരീതമായിട്ട് അവൾ നേരെ വന്നിട്ട് ഇവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാ നീ എന്നോട് ഒളിച്ചു വെച്ച്? ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് നിന്നോടുള്ള ഫീലിങ്സിനെ ഇല്ലാണ്ടാക്കുന്നില്ല. അവനെ എങ്ങനെയാണെങ്കിലും അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണല്ലേ. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് വളർന്ന് ഇവരൊരു ഭാര്യയും ഭർത്താവുമായി മാറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൂസന്റെ ഭാര്യ പ്രഗ്നന്റ് ആവുന്നുണ്ട്. ഇത് ബേസിക്കലി ഒരു ഗോളിനും ഒരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു കുട്ടിയാണ്. ഒരു ഗോളിനും മനുഷ്യനും ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ അത് മരിച്ചു പോകും എന്നുള്ള ഒരു സാഹചര്യത്തിലും അവൾ ആ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോ അവര് തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിന്റെ മാന്ത്രികതയായിരിക്കണം. അവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു അത്. പക്ഷെ ആ ഒരു സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. കുറച്ച് ഗോൾസ് ചേർന്നിട്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി എത്തി. അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയില് കൂസാന് അവന്റെ ഭാര്യനെ നഷ്ടപ്പെടുകയാണ്. അത് അവന്റെ ഹൃദയത്തിനെ ഒരുപാട് തകർത്തെങ്കിലും അവൻ ആ കുട്ടീനെ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു കുട്ടീനെ വെച്ചിട്ട് അവൻ പിന്നെ ഓടുകയാണ്. അങ്ങനെ അവൻ ഓടി ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. ഇനി മുമ്പോട്ടേക്ക് എങ്ങനെ പോകണമെന്ന് പോലും അറിയാത്ത ആ ഒരു സാഹചര്യത്തില് കുട്ടീനെ അവിടെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടി എന്നെ വിട്ടു പോവല്ലേ എന്നോണം അച്ഛന്റെ കയ്യിൽ കയറി പിടിക്കുന്ന രീതിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് ശേഷവും കൂസൻ ജീവനോടെ രക്ഷപ്പെട്ടു. പക്ഷെ ആ കൊച്ചിനെ കാണാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയം കടന്നുപോയി. അങ്ങനെ ഈ സമയത്തിന്റെ താളുകൾ മറിഞ്ഞു നീങ്ങിയപ്പോ അതിന്റെ ഏതോ ഒരറ്റത്ത് അവൾ എന്ന പേരിൽ ഈ ലോകത്തെ മുഴുവൻ വെറുക്കുന്ന ഒരു ഗോൾ ജന്മം കൊണ്ടു. അതെ, നിങ്ങൾ വിളിക്കുന്ന വൺ ഐഡ് ഓൾ അവൻ എന്റെ മോനാണ്. ഇതെല്ലാം നമ്മുടെ അപ്പൂപ്പൻ കാനകിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. സോ അപ്പൂപ്പന്റെ മോനാണ് വൺ ഐഡ് ഓൾ. ഇപ്പൊ അവിടെ ആ 20th വാർഡില് മഞ്ഞൊക്കെ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഷൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ടോക്കിന്റെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. അവരവിടെ ഇരുന്നിട്ട് കാഷ്വൽ ആയിട്ട് എന്തെല്ലോ ഒക്കെ സംസാരിക്കുന്നുണ്ട്. അവരുടെ ആ സംസാരത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ടോക്കി ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന അൺടേക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ റിനോവേഷൻ ഒക്കെ വരുത്താൻ വേണ്ടി പോവാണ്. സോ ടോക്കി അവിടെ നിന്ന് താമസം മാറാൻ വേണ്ടി പോവാണ്.
ആണ് ഏതൊരു കസിന്റെ അടുത്തേക്കാണ് പോകാൻ പോകുന്നതെന്ന് മറ്റേ കൂട്ടുകാരിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നീഷ്കിനെയും നീഷ്കിന്റെ ഗേൾ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിലും ആ ഒരു മഞ്ഞൊക്കെ എൻജോയ് ചെയ്ത് അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഷോട്ടിൽ വേറെ ആരൊക്കെ അവരെ പുറകിൽ നിന്ന് വാച്ച് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹീനമീനെയാണ് കാണിക്കുന്നത്. അവരിപ്പോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് മഞ്ഞൊക്കെ പെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ അവർ തിരിച്ചു പോകാൻ നിൽക്കുന്നുണ്ട്. ഇവരുടെ കാണിക്കുന്ന സമയത്തും ഇവരുടെ പുറകിൽ വേറെ ഏതോ രണ്ടുപേര് ഇവരെ വാച്ച് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അൺടേക്ക് എന്ന് പറയുന്ന ആ ഒരു കോഫി ഷോപ്പാണ്. ആ കോഫി ഷോപ്പ് ഇപ്പം ജനസാഗരമാണ്. അതിനകത്ത് നിറച്ചു ആൾക്കാരാണ്. കാരണം പുറത്ത് മഞ്ഞ് പെയ്യുന്നു, ഒരു ചായ കുടിക്കാൻ ആർക്കായാലും തോന്നുമല്ലോ. ആ ഒരു വാമത്തിന് വേണ്ടിയിട്ട് കുറേ പേര് ആ ഒരു കടയിൽ ഇപ്പൊ കയറിയിട്ടുണ്ട്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഷിനോഹാര തന്നെയാണ് കാണിക്കുന്നത്. അവന്റെ അടുത്തേക്ക് അവന്റെ ആ ഒരു സുപ്പീരിയർ ഓഫീസർ വരുന്നുണ്ട്. നിന്റെ ഈ റിപ്പോർട്ട് ഞാൻ വായിച്ചു, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് നിനക്ക് കിട്ടിയായിരുന്നോ? ഷിനോഹാര പക്ഷെ ഒന്നും പറയുന്നുണ്ടാവില്ല. ഈ ഒരു എക്സ്പ്രഷൻ വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഓ, അപ്പൊ ഇൻസ്റ്റിങ്സ് ആണല്ലേ? ആ, ചിലപ്പോ അത് ശരിയായിരിക്കാം. 20th വാർഡിലുള്ള നമ്മുടെ ഓഫീസേഴ്സിനെ എല്ലാം പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നിരിക്കാം. എന്തായാലും ഞാൻ 20th വാർഡിലേക്ക് വേറെ കുറച്ച് ആൾക്കാരെയും കൂടെ ഹയർ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ആന്റേക്കുമാണ് കാണിക്കുന്നത്. ആന്റേക്കുവിൽ ഇപ്പോ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. സോ തിരക്കെല്ലാം ഒഴിഞ്ഞ് അവരുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അവരുടേതായിട്ടുള്ള കാഷ്വൽ ടോക്സിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടത്തേക്ക് യോമോ വരുന്നുണ്ട്. ഹേയ് ടോക്ക, നിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ആ ഇല്ല, ഒരു കുറച്ചും കൂടി ഉണ്ട് ബാക്കി. ബാ ഹിനമി എന്നും പറഞ്ഞ് ടോക്കയും ഹിനമിയും കൂടെ ബാക്കി പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ യോമോയും അപ്പൂപ്പനും കൂടെ സംസാരിക്കുന്നുണ്ട്. അവരെന്താ സംസാരിക്കുന്നതെന്ന് നമുക്കറിയില്ല, പക്ഷെ എന്തോ ഒരു കാര്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. യോമോ, നീ എനിക്കൊരു വാക്ക് തരണം. നീ മറ്റുള്ളവരെ എങ്ങനെയായാലും സംരക്ഷിച്ചുകൊള്ളുമെന്ന്. എന്തായാലും സാർ. അതിനുശേഷം നമ്മുടെ CCG ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് കാണിക്കുന്നത്. അവിടെ എന്തോ ഭയങ്കര തിരക്ക് പിടിച്ച് ആൾക്കാരെല്ലാരും കൂടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഹേയ് സീഡോ, എന്താ അവിടെ നടക്കുന്നേ? ഭയങ്കര തിരക്കാണല്ലോ, എന്തൊക്കെയോ ഭയങ്കര പ്രശ്നമുണ്ട് തോന്നുന്നു. ഓ, എനിക്കും അറിയത്തില്ല. അവരെന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ സൈഡോയോ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെയും നമ്മുടെ ആന്റിക്കുമാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ നമ്മുടെ ടോക്കയും ഹീനമയും കൂടെ നമ്മുടെ യോമോയിന്റെ കൂടെ പോവാണ്. ഇവര് പോയി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഷോട്ടിൽ ആരാണ്ടൊക്കെയോ, അതായത് കുറച്ച് CCG ഓഫീസേഴ്സ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ കുറച്ച് ആൾക്കാർ അവരുടെ ആ ഒരു അന്റേക്യൂലേക്ക് പതുങ്ങി പതുങ്ങി കയറുന്ന രീതി കാണിക്കുന്നുണ്ട്. അന്റേക്യൂന്റെ അകത്തേക്ക് കയറുന്നില്ല, അതിന്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഷിനോഹാരനാണ് കാണിക്കുന്നത്. നമ്മുടെ ഷിനോഹാര ആണെങ്കിൽ ആ ഒരു കോഫി ഷോപ്പിന്റെ അകത്തേക്ക് കയറിയിട്ട് ഒരു ചായ ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ ഷിനോഹാരയ്ക്ക് നല്ല വൃത്തിക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അപ്പൂപ്പനും ഷിനോഹാരന്റെ കൂടെ ഇരുന്നിട്ട് ഒരു ചായ കുടിക്കുന്നുണ്ട്. അപ്പൊ ഇത് കുടിക്കുന്ന ഷിനോഹാരക്കാണെങ്കിൽ ഈ ചായ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടും. ഇത് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ഇവന്റെ അടുത്ത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, ലൈക്ക് ഇത് എന്തുകൊണ്ടായിരിക്കും ഒരു ചായ വേറൊരു ചായയിൽ നിന്നും ഭയങ്കര രുചിയുള്ളതാവുന്നത്, അതിന്റെ കോഫി ബീൻസിന്റെ ക്വാളിറ്റി കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ക്വാളിറ്റി ഓഫ് ദ ബീൻസ് അതൊരു ഘടകം മാത്രമാണ്. ഒരു ചായ വളരെ സ്വാദേറുന്നത് അതിന്റെ കോഫി ബീൻസിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല. ഇതിന്റെ കോഫി ബീൻസ് വറക്കുന്ന സമയം തൊട്ട് നമ്മളിത് കുടിക്കാൻ എടുക്കുന്നതിന് മുമ്പ് ഇളക്കുന്ന സമയം വരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഇതിന്റെ ടേസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതായത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കോഫി ബീനിന് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചായ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു കോഫി ബീനിന് ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ഒരു ചായ നൽകാനും സാധിക്കും. ഈ ചായ വെച്ചുള്ള ഉപദേശം എല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ അപ്പൂപ്പനോട് താങ്ക് യും പറഞ്ഞ് ഷിനോഹാര അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അപ്പൂപ്പന്റെ അടുത്തേക്ക് മറ്റവർ രണ്ടുപേരും അവരുടെ ജോലികളെല്ലാം തീർത്തിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ആന്റിക്യൂൽ എന്ന് പറഞ്ഞാൽ ഈ അപ്പൂപ്പനും ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മുമ്പ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നവരെല്ലാം പോയി. അവരാണെങ്കിൽ ഒരു തമാശ രീതിക്ക് ഞങ്ങൾ എന്തായാലും നിങ്ങളെ വിട്ട് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ CCG ഓഫീസേഴ്സിന്റെ ഹെഡ് ആയിട്ടുള്ള ആ ഒരു രണ്ടുപേരെയാണ്. അവരിപ്പോ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരാളുടെ മുമ്പിൽ തല കുനിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. സാർ, ഞങ്ങൾ ഓളിനെ കണ്ടെത്തി. ഓളിനെ എക്സ്ട്രിമിനേറ്റ് ചെയ്യാനുള്ള ഞങ്ങളുടെ പ്ലാനിന് നിങ്ങളുടെ അപ്രൂവൽ വേണം. അതിന്റെ ലൊക്കേഷൻ 20th വാർഡിലെ ഒരു കോഫി ഷോപ്പാണ്. ഇതും പറയുന്ന കാണിച്ചുകൊണ്ടാണ് ഈ 8th എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുവരെ കണ്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബാക്കി വരുന്നത് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ റോഡ് ടു 15K ആണ്. സോ എനിക്ക് പെട്ടെന്ന് 15K അടിക്കണം എന്ന് നല്ല ഒരു ആഗ്രഹമുണ്ട്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ വേറൊരു പുതിയൊരു ആനിമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർ ക്യൂബ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ആനിമിന്റെ ലിങ്ക് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്നും കയറി കണ്ടു നോക്കുക. കിടലൻ ആനിമിയാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണുന്നതായിരിക്കും. ബൈ.